നാഷണൽ ഹൈവേ ഏതാണ്ട് റീച്ചായിട്ട് ഉദ്ഘാടനം ചെയ്യാൻ തുടങ്ങി. അത് വളരെ വേഗം പൂർത്തിയാകുകയും ചെയ്യും. 5 സംസ്ഥാനങ്ങളിലൂടെയാണ് നാഷണൽ ഹൈവേ 66 കടന്നു വരുന്നത്. അത് മഹാരാഷ്ട്രയിൽ നിന്നാണ് തുടങ്ങുന്നത്, പനവേലിൽ. പിന്നെ രണ്ടാമത്തെ സംസ്ഥാനം ഗോവയാണ്, മൂന്നാമത്തത് കർണാടകമാണ്, നാലാമത്തത് കേരളമാണ്, അഞ്ചാമത്തത് തമിഴ്നാടാണ്. ഈ 5 സംസ്ഥാനങ്ങളിലൂടെ കടന്നു വന്ന നാഷണൽ ഹൈവേ കേരളത്തിൽ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് പറഞ്ഞു ഞങ്ങൾക്ക് നാഷണൽ ഹൈവേ ഭൂമി ഏറ്റെടുക്കാനാവില്ല, വേണ്ട, ഒഴിവാക്കി. 4 സംസ്ഥാനത്തോടും ഗവൺമെൻറ് നാഷണൽ ഹൈവേ അതോറിറ്റി പണം വാങ്ങിയിട്ടില്ല, പണം ചോദിച്ചിട്ടില്ല. കേരളത്തോട് മാത്രമാണ് പണം വേണം എന്നാവശ്യപ്പെട്ടത്. നാഷണൽ ഹൈവേ ആദ്യമായിട്ട് സംസ്ഥാനത്തോട് ഭൂമി ഏറ്റെടുക്കാൻ പണം വേണമെന്ന് പറയുന്നത് കേരളത്തോടാണ്. അത് മുമ്പേ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ആ പണം നമുക്ക് ലാഭമാകുമായിരുന്നു. 5550 കോടി റുപ്യയാണ് കിഫ്ബി വഴി കേരളത്തിന് കൊടുക്കേണ്ടി വന്നത്. ഗത്യന്തരില്ല. പിന്നെ നാഷണൽ ഹൈവേ വേണമെങ്കിൽ കൊടുക്കുക മാത്രമേ വഴിയുള്ളൂ. അങ്ങനെയാണ് 5550 കോടി റുപ്യ കിഫ്ബി വഴി കേരള ഗവൺമെൻറ്റിന് കൊടുക്കേണ്ടി വന്നത്. അത് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് ആ കടം, അതായത് കിഫ്ബി വഴി കൊടുത്ത പണം ഉൾപ്പെടെ ഗവൺമെൻറ്റിൻ്റെ കടമെടുക്കാനുള്ള പരിധിയിൽ ഉൾപ്പെടുത്തുന്നു എന്നാണ്. 11,160 കോടി റുപ്യ യഥാർത്ഥത്തിൽ അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിന് നഷ്ടമായി. 11,160 കോടി റുപ്യ യഥാർത്ഥത്തിൽ 5550 കൊടുത്തിട്ടുണ്ടെങ്കിലും അത് കടമെടുക്കുന്നതിൻ്റെ പരിധിയിൽ നിന്ന് അത് ഉൾപ്പെടുത്തപ്പെട്ട സാഹചര്യത്തോടുകൂടി നമ്മുടെ നഷ്ടം അത്രയാണ്. അപ്പോൾ ഈ രീതിയിൽ വികസന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഇന്നത്തെ മാതൃഭൂമി അഭിമുഖത്തിൽ കേരളത്തിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഒരു പ്രതിപക്ഷ നേതാക്കന്മാരുടെ ഉപനേതാവ് പറഞ്ഞത് ചില കാര്യങ്ങളിൽ ഞാൻ ഗവൺമെൻറ്റിനെ അഭിനന്ദിക്കുന്നുണ്ട് എന്നാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇവിടെ സർക്കാർ ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടി, അതായത് ദേശീയപാത സ്ഥലം ഏറ്റെടുക്കുന്നതിൽ സർക്കാർ കാട്ടിയ അത്യുത്സാഹവും നിശ്ചയദാർഢ്യത്തെയും ഇന്ന് കുഞ്ഞാലിക്കുട്ടിയെ അഭിനന്ദിച്ചിരിക്കുക. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു വികസനവും നടന്നില്ല എന്ന് ഏകേരണി ഇന്ന് പത്രസമ്മേളനം നടത്തിയിട്ട് പറയുകയാണ്. അപ്പോഴാണ് കുഞ്ഞാലിക്കുട്ടി പറയുന്നത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വികസനത്തിൻ്റെ ഭാഗമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന നാഷണൽ ഹൈവേ അത് സ്ഥലമെടുക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള അഭിനന്ദനാർഹമായ അത്യധ്വാനം, അതിൻ്റെ അത്യുത്സാഹം, അതുപോലെ തന്നെ നിശ്ചയദാർഢ്യവും അഭിനന്ദിക്കേണ്ടതാണ് എന്ന് അദ്ദേഹം പറയുന്നു.